പേഴ്സണൽ ലൈഫുമായി കമ്പയർ ചെയ്താൽ, നമ്മളുടെ റിലേഷൻഷിപ്പുമായി കമ്പയർ ചെയ്താൽ അവിടെയെല്ലാം സെൻട്രലി കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എനർജിയാണ് നമ്മുടെ സെക്ഷുവൽ എനർജി. ആ എനർജിയും ടെസ്റ്റോസ്റ്ററോണുമായിട്ടെല്ലാം കണക്റ്റഡ് ആണ്. ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ, ഈ 3 ഏരിയയും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എനർജിയാണ് സെക്ഷുവൽ എനർജി. ഈ 3 ഏരിയയിൽ ആ എനർജിയെ റിഫൈൻ ചെയ്യാൻ, അതായത് നമ്മുടെ സെക്ഷുവൽ എനർജിയെ റിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇമോഷണൽ ഏരിയ ലവ് എന്ന് പറയുന്നൊരു ഫാക്ടർ. എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ അഭാവം നമ്മൾ അനുഭവിക്കുന്നുവോ അവിടെയെല്ലാം ടെസ്റ്റോസ്റ്ററോൺ ലെവൽ വളരെയധികം ലോയിലേക്ക് വരും. മെൻ്റൽ സ്ട്രെങ്ത് ഒരാൾക്ക് കുറയുന്നത്, പുരുഷനെ സമയം അവന് കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ലവ് എന്ന് പറയുന്ന ഓക്സിറ്റോക്സിൻ എന്നൊക്കെ പറയുന്ന മോളിക്യൂൾസ് ഉണ്ടാകാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള റിലേഷൻ കുറയും തോറും, ബോഡിയിൽ അത്തരത്തിലുള്ള പ്രോസസ്സ് കുറയും തോറും ഇത് താഴേക്ക് വരും. ഇത് നമ്മളുടെ എൻ്റയർ ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യും, ഇമോഷണൽ സ്റ്റെബിലിറ്റി എഫക്റ്റ് ചെയ്യും. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ലേഡീസിന് മാത്രമുള്ളതെന്നല്ല, നമ്മൾക്കുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസണിൽ ഒന്നാണ് ഈ സാധനം. ഇറ്റ്സ് എ ഫിനോമിനൽ സബ്ജക്റ്റാണ്, ഫിനോമിനൽ സബ്ജക്റ്റ്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിനെപ്പറ്റി കുറേയൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈവൻ നമ്മുടെ ശരീരത്തിൽ ഒരു ജനിച്ച് ഇത്രയും പ്രായമായിട്ട് പോലും ഒരു മെയിൽ ബോഡിയിൽ ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്യാത്ത മെയിൽ ബോഡീസ് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത്. ഓർഗാസം ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും, മിക്കവാറും ഞാൻ എല്ലാവരുടെയും കേസ് പറഞ്ഞത് 90% ആൾക്കാരുടെ ലൈഫിൽ ഇതൊരു ടെസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, ലൈഫിൽ ഇതുവരെ. ജീവിതത്തിൽ ഇതുവരെ അത് ടെസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ നമ്മളെ മെന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണിലൊരു സാധനമാണ്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അല്ല, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഏജ് അനുസരിച്ച് ഇങ്ങനെയൊക്കെ ഈ സാധനത്തിന് മാറും. ഇനി ഏജ് അനുസരിച്ച് മാറുന്നതനുസരിച്ച് എൻ്റയർ ബോഡിയുടെ ഫങ്ഷൻസും നമ്മുടെ ലൈഫുമായിട്ട് അത്രയും കണക്ഷൻ. ലോ ഡ്രൈവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് സെക്ഷുവൽ ഡ്രൈവ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈ ലോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നിപ്പിക്കാത്തൊരു ലോ ഡ്രൈവ് ഉണ്ട്. ഈ ലോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. ഈ ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ. സെക്ഷുവൽ എനർജി ഹൈ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ. കുറേ ആക്ടിവിറ്റികളിലൂടെയൊക്കെ ഇത് കോമൺ ആയിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ, എഴുതാൻ കഴിവുള്ള ആൾക്കാർ എത്രയോ കാലങ്ങളായെന്നറിയാമോ നമ്മൾ പേനയും പേപ്പറിലും എഴുതിയിട്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഭയങ്കരമായി കുറയുകയാണ്. ബിക്കോസ് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ഇതിനെ ക്രിയേറ്റീവ് ചെയ്യുന്ന ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വളരെ കുറവാണ്. അതിനെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എന്നാണ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായി കുറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ ഒരു പ്രധാനപ്പെട്ട ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ് എഴുതുക, പടം വരയ്ക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ഫിനോമിനൽ സാധനം. സോങ്സ് വിത്ത് ഡാൻസ് എന്ന് പറയുന്നൊരു സാധനം ഈ എനർജിയെ, ടെസ്റ്റോസ്റ്ററോണെ ഹൈ ആക്കുന്നതിൽ വലിയ റോളാണ്. ഈ എനർജിയെ ഏറ്റവും ഹൈലി റിഫൈൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പീരിയൻഷ്യൽ സെഷനിൽ നമുക്ക് ആ സാധനം അത് ചെയ്യിക്കാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എൻ്റയർലി ബോഡി അത്രയും ഡീപ്പർ ലെവൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നൊരു സാധനമാണ് മ്യൂസിക്കും ഡാൻസും. ഇത് ഭയങ്കര കണക്ഷനുണ്ട് ഈ സാധനത്തിന്. കാരണം ഇത് അത്രയും ഡീപ്പർ ലെവൽ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും ബോഡിയിൽ. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി. എത്രയോ കാലമായി നമ്മളൊന്ന് നന്നായിട്ട് എഴുതിയിട്ട് എത്രയോ കാലമായി. ടൈപ്പിംഗ് ഇതുമായിട്ട് ഫങ്ഷൻ ചെയ്തില്ല. വര, എഴുത്, പാട്ടുപാടൽ, കക്കൂസിലൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന നമ്മളിപ്പോൾ പാട്ടുപാടലെ നിർത്തി അല്ലേ. സിമ്പിൾ. ഒരു ബർത്ത്ഡേ വിഷസ് ഇടാനൊരു വിഷസ് ഇടുമ്പോൾ അതിനകത്ത് ഒരു ദാരിദ്ര്യമാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പോലുമില്ല. ഹാപ്പിക്ക് HP എന്താ വയ്യോ അങ്ങനെ എന്താണ്ടോ ഉള്ളൂ. ബർത്ത്ഡേക്കും വേറെന്താ, ബർത്ത്ഡേ പോലും ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ പോലും പറ്റുന്നില്ല. മനോജ് സാറൊക്കെ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ സാഹിത്യം സാർ എഴുതുന്നത്. കാരണം ആ സാഹിത്യം എഴുതാനെങ്കിലും മെനക്കെടുന്നത് കൊണ്ട് കരീം സാറൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതും. പക്ഷെ അതും ടൈപ്പിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. ടൈപ്പിംഗ് കുഴപ്പമില്ല, പക്ഷേ വല്ലപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ടൈപ്പിംഗ് ആയിരുന്നു, പക്ഷേ ഞാനിപ്പോൾ എഴുത്തിലേക്ക് വന്നു. കാരണം അത്യാവശ്യം ഈ എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പണ്ട് എഴുതുമായിരുന്നു, അത്രയും നന്നായിട്ട് എഴുതുമായിരുന്നു. ഞാൻ വരയ്ക്കുമായിരുന്നു, എഴുതുമായിരുന്നു. ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തായി? സെക്ഷുവൽ എനർജി എന്ന് പറഞ്ഞ എനർജിയുമായി ഏറ്റവും കണക്റ്റഡായ 3 ഗേറ്റ് വേ കൂടി പറയാം. 3 ഗേറ്റ് വേ ഇത്രയേ ഉള്ളൂ. ഒന്ന് ബ്രത്താണ്, ബ്രീത്തിങ് ഈസ് ദ സെൻട്രൽ സാധനം. ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തോളൂ. ബ്രീത്ത് നമ്മൾ എടുക്കുമ്പോൾ ബ്രീത്ത് ഇൻ, അകത്തേക്ക് ഈ പ്രാണൻ എന്ന് പറയുന്ന സാധനമാണ് പോകുന്നത്. ഈ സാധനം അകത്തേക്ക് പോകുമ്പോൾ ഈ അകത്ത് വരിക എന്ന് പറഞ്ഞാൽ വയറിങ്ങനെ എക്സ്പാൻഡ് ആകും. കുട്ടികൾ ശ്വസിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഈ വയറിങ്ങനെ എക്സ്പാൻഡ് ആകുമെന്ന് പറഞ്ഞാൽ ഈ സാധനം വന്ന് നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് വന്ന് ഹിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഹിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം വീണ്ടും പുറത്തേക്ക് പോകേണ്ടത്.
ആക്ച്വലി പ്രോപ്പറായി ബ്രീത്ത് ചെയ്താൽ മൂലാധാര ചക്രത്തെ അത് ഹിറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആ സെൻറ്ററിലെ ആ എനർജി ഇതിങ്ങനെയാണിത് ഇന്ന് ഔട്ട് എന്ന് പറയുന്നൊരു സാധനമേ ഈ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊക്കെ ശ്വസിക്കുമ്പോൾ മൂലാധാരം പോയിട്ട് ഇവിടെ തൊണ്ട വരെ വന്നിട്ട് കളയാണ്. അത് നമ്മുടെയൊക്കെ ശ്വാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞ സെക്ഷൽ എനർജിയുടെ ഹൈറ്റൻഡ് ഇതിലേക്ക് ഗേറ്റ് വേസിൽ ഒരു ഗേറ്റ് വേ ബ്രീത്തിങ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ ആണ്. കുറേയധികം ഫണ്ടമെൻ്റലായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ ബ്രീത്തിങ് ആണ്. 2 ശ്രദ്ധ എന്ന് പറയുന്നൊരു സാധനം, അറ്റൻഷനും ഈ എനർജിയുമായി ഭയങ്കര കണക്റ്റഡ് ആണ്. ഫോക്കസ്, അറ്റൻഷൻ, നമുക്ക് ഭയങ്കര അറ്റൻഷൻ സ്പാൻ ഇന്ന് ഭയങ്കര കുറവാണ്. ശ്രദ്ധ, അതേപോലെ മൂന്നാമത്തെ അവയർനെസ് എന്ന് പറയും ബോധം. ഈ ബോധമില്ലായ്മ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ബോധത്തിലല്ല. വള്ളം അടിക്കുമ്പോൾ ബോധം പോകുന്ന കാര്യമല്ല പറയുന്നത്. നോർമലി നമ്മൾ ബോധത്തിലല്ല. ഇന്ന് രാവിലെ കുളിച്ചപ്പോൾ ആദ്യം സോപ്പ് വെച്ചത് എവിടെയാണ് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കോൺഷ്യസായി ചെയ്യുന്ന ആക്ടിവിറ്റികൾ കുറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കൂ, നമ്മൾ കോൺഷ്യസായി ചെയ്യുന്ന ആക്ടിവിറ്റികൾ കുറഞ്ഞു. കോൺഷ്യസായി ചെയ്യുന്ന ആക്ടിവിറ്റി കുറയാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് അതൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്, കോൺഷ്യസ് ആക്ടിവിറ്റി അല്ല. എല്ലാം അങ്ങനെയൊക്കെ ഇതൊരു ഫ്ലോയിൽ അങ്ങ് നടക്കുകയാണ്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യം ധാരണയൊന്നുമില്ല. ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ കളറ് ഒരു സിനിമ വെച്ച് പെട്ടെന്ന് ഓർത്തിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളിതൊക്കെ ഒരു ഫെമിലിയർ സോണിൽ ബ്രെയിൻ ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുകയാണ്. ബ്രെയിനൊന്നും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാതെ വളരെ ഒരൊറ്റ പാറ്റേണിൽ പോവും. സ്വാഭാവികമായും നമ്മുടെ അവയർനെസ് ലെവൽ വളരെ ലോ ആകാൻ തുടങ്ങും, ബോധം ലോ ആകാൻ തുടങ്ങും. ബോധപൂർവമായ ചില ആക്ടിവിറ്റികൾ ഈ എനർജി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഷ്യസ് ആയ കുറച്ച് ബ്രീത്തിങ്ങും ഇതൊക്കെ ഇടയ്ക്കൊക്കെയുള്ള കുറച്ച് സമയം എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള ശ്രദ്ധ കൊടുക്കൽ, ഇതൊക്കെ ഈ എനർജിയെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന